അപ്പൊ ഇന്ന് ഞാനും അത് മാത്രമുള്ളൊരു ദിവസമാണ്. ഞങ്ങൾ രണ്ടും കൂടി എന്തൊക്കെ കാട്ടിക്കൂട്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അപ്പോ ഇന്നിപ്പോ അതുവേ ഹലോ, ഗുഡ് മോർണിംഗ്. കുറച്ച് നാളുകളായി ഞാനൊരു ഡെയിലി വ്ളോഗ് ചെയ്തിട്ട് ഇന്നത്തെ ഒരു വ്ളോഗ് ചെയ്യാമെന്നപ്പോൾ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനും അതും മാത്രം ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ രാവിലത്തെ ഒരു മോർണിംഗ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഈ ഒച്ചപ്പാട് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അവൻ എന്തോ സാധനം താഴത്തോട്ട് ഇട്ടതാണ്. ആ സൗണ്ട് കേട്ട് ഞാൻ വിചാരിച്ചു അവനായിട്ട് വീണു എന്ന് വിചാരിച്ചിട്ട് ഞാൻ കിടന്ന് ഒച്ചയെടുത്താണ് കേട്ടോ. ഒരാളവിടെ ഭയങ്കര കുരുത്തക്കേടാണ്. ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റേ ഉള്ളൂ. ഇച്ചിരി മുമ്പാണ് ഞങ്ങൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ്. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആവണം. അതെ, ഞാൻ അതൊന്ന് ഫുഡ് കൊടുക്കണം, പണിയുണ്ട്, കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് ഞാനും അത് മാത്രമുള്ളൊരു ദിവസമാണ്. ഞങ്ങൾ രണ്ടും കൂടി എന്തൊക്കെ കാട്ടിക്കൂട്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അവിടെ ഒരാൾ ഓരോ കുരുത്തക്കേടൊക്കെ കാണിച്ച് കാലിൽ എന്താണ്ടൊക്കെ ഇട്ടിട്ട് കിടന്ന് കരയുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. എന്താ കാലിൽ നീ അതെടുത്തിട്ടല്ലേ? മര്യാദക്ക് നിന്ന അവിടെ ദേഷ്യം കയറി ഓരോ സാധനമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അതും ഇതൊക്കെ അവിടെ കിടപ്പുണ്ട്. നേരത്തെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എന്റെ ആ ദേഷ്യത്തില് എന്നിട്ട് എറിഞ്ഞതാണ്. പഴം ഇപ്പോഴും ഓരോന്നൊക്കെ ഇങ്ങനെ പറന്ന് വരുന്നുണ്ട്. ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്റെ മേത്തോട്ട് ഇങ്ങനെ പറന്ന് വരുന്നുണ്ട്. അവന്റെ മാത്രമായിട്ടുള്ളൊരു ബോക്സ് ആണ് കേട്ടോ കാണുന്നത്. ഉണ്ടോ? അതിന്റെ ഉള്ളിൽ നിന്ന് ഓരോ സാധനം എടുത്ത് പെറുക്കി എനിക്കിട്ട് എറിയുകയാണ് കുട്ടികളെ. എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിലുള്ള എല്ലാത്തിങ്ങളും ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാത്തിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എന്റെ ഒരു നിഗമനം. തലമുട്ടിന്ന് തോന്നാണ് കേട്ടോ. ഓക്കെ, ഞാൻ പോയിട്ട് വരാവേ. സ്റ്റെപ്പിൻ്റെ അടിയിലാണല്ലോ ബോക്സ് വെച്ചിരിക്കുന്നത്. അത് ഒരുവിധം ഒന്ന് ഒതുക്കി വെച്ചതാണ്. അപ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ പോയി ഓരോ സാധനങ്ങൾ എടുത്തു വന്നപ്പോഴത്തേനും അവൻ്റെ തല ചെറുതായിട്ട് അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ കിട്ട് മുട്ടി. അപ്പോൾ അതിൻ്റെ കരച്ചിലായിരുന്നു ഇപ്പം കേട്ടത്. അങ്ങനെ പറയണ്ട തമ്പോ. അതിന്റെ തലമുട്ടിന്റെ സംഭവം നമുക്കുണ്ടല്ലോ, അവിടെ ആ മതലിനായിട്ടൊരു അമ്പ വെച്ച് കൊടുക്കാവേ. അവിടെ മാനില്ലേ സൂപ്പർമാന്റെ പുറകെ അപ്പുമാനില്ലേ, അപ്പുമാനിങ്ങനെ ഓടിപ്പോയിട്ടേ അപ്പുമാൻ വന്നിട്ടേ ഒരു വേറെ മാനിനെ കൂടെ കളിക്കാൻ പോയി. അപ്പൊ കളിക്കാൻ വേണ്ടി പോയപ്പോഴേക്കുണ്ടല്ലോ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ ഇത്. എന്തെങ്കിലും ഒരു കഥ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അവൻ്റെ സങ്കടം പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കോളും. അത്രയും നേരം നല്ല കരച്ചിലാണെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ മൈൻഡ് അവൻ്റെ പെട്ടെന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആള് പിന്നെ ഓക്കെ ആയിക്കോളും. അങ്ങനെ കരച്ചിലും പിഴിച്ചിലും എല്ലാം കഴിഞ്ഞ് ആള് പല്ല് തേക്കാൻ റെഡിയായി വന്നേക്കാൻ. മിക്കപ്പോഴും ഞാനും അതും കൂടെ തല്ലുപിടുത്തമായിരിക്കും പല്ല് തേക്കണ കാര്യത്തിൽ. അവൻ പറയാം അവന് സ്വന്തമായിട്ട് തേക്കണമെന്ന്. ഞാൻ പറയും ഞാൻ തേച്ച് തരാം, ഞാൻ തേപ്പിച്ച് തരാമെന്ന് പറഞ്ഞാൽ അതൊട്ട് സമ്മതിക്കുകയില്ല. അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമില്ല. ഞാൻ അവൻ്റെ താളത്തിനോട് തുള്ളിക്കൊടുത്തേക്കാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു എന്നാൽ നീ തന്നെ തേച്ചോ എന്നും പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ ബ്രഷ് കൊടുത്തു. അപ്പോൾ കുറച്ച് തേച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, ബ്രഷ് അങ്ങോട്ട് വാങ്ങിച്ചെടുത്തു. അപ്പോൾ പിന്നെ കാരണം നമ്മ തേച്ച് കൊടുത്താലല്ലേ ഒരു ക്ലീൻ ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ബ്രഷ് വാങ്ങിച്ചെടുത്തപ്പോഴേക്ക് എന്തോ ഭാഗ്യത്തിന് അവൻ കരഞ്ഞില്ല. അവൻ തന്നെ മര്യാദയ്ക്ക് ഇരുന്ന് തന്നു. പിന്നെ പല്ലൊക്കെ തേച്ച് അതൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് മുഖമൊക്കെ എല്ലാം കഴുകി ഫ്രഷ് ആയി കഴിഞ്ഞതാ. മുഖമൊക്കെ ഒരു ടർക്കി, നല്ലൊരു പുതിയ ടർക്കിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം സുജി വാങ്ങിച്ചോണ്ട് വന്നതായിരുന്നു. ആ ടർക്കിയൊക്കെ കണ്ട് നല്ല സോഫ്റ്റ് ടർക്കിയാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ നല്ല സുഖമാണ്. അതൊക്കെ കൊണ്ടുവന്ന് മുഖമൊക്കെ എല്ലാം തുടച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആൾ നല്ല ഫ്രഷായി. അപ്പോഴേക്ക് തന്നെ ആളുടെ മുഖവും അതേപോലെ മൈൻഡും ഒക്കെ അത്യാവശ്യം നല്ല ഒരു ഇതായിട്ടിരുന്നു വെച്ചാൽ. കാരണം ആ ഒരു മൂസാട്ടിയൊക്കെ എല്ലാം മാറിയിട്ടുണ്ട്. അമ്മൂച്ച് പേരാണ് അമ്മൂസ്.
ആ അമ്മൂസിന്റെ പേരാണ് അമ്മൂസ് അല്ലേ? അമ്മൂച്ച്. എന്തോ പാപ്പൊക്കെ നിന്നിട്ടും പോവാ അമ്മൂച്ച് വീട്ടില്. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ പേരാണ് കേട്ടോ അമ്മൂസ് എന്ന്. അമ്മൂസ് എന്നല്ല, ഇസ എന്നാണ് പേര്. അമ്മൂസ് എന്നാണ് ഇവിടെ എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ അവിടെ പോകണമെന്നും പറഞ്ഞിട്ടായിരുന്നു ആളുടെ കരച്ചിൽ മൊത്തം. അപ്പോൾ ദാ ഒരു കണക്കിന് ഞാൻ പിടിച്ചിരുത്തി ഫുഡ് കൊടുക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ദോശയായിരുന്നു കേട്ടോ, അപ്പോൾ ഗോതമ്പിൻ്റെ ദോശയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ കൂടെ പരിപ്പ് കറി ഉണ്ടായിരുന്നു. സാധാരണ അവന് ദോശ മാത്രമായിട്ടാണ് കൊടുക്കാറ്, കറിയൊന്നും അങ്ങനെ കൊടുത്ത് ശീലമില്ല അവന്. കാരണം കഴിക്കാറില്ല. എരിവിനുള്ള സാധനം ഇച്ചിരി നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അയ്യോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കടിച്ചിലൊക്കെ ആയിരിക്കും. അതെ ജോണി ഒന്നല്ല. അങ്ങനെ ടി വിയിലെ പാട്ട് വെച്ചു കൊടുത്ത് അനങ്ങാണ്ടിരുന്ന ആൾ പതിയെ ചപ്പാത്തി കഴിച്ച് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പരവേശെടുക്കുന്നു, അതായത് ഇരിയുമ്പോഴാണ് ആളങ്ങനെ പറയുന്നത് കൂടുതലും. ആ പരവേശെടുക്കുന്നു പറഞ്ഞ് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, പരിപ്പ് കറി കൊടുത്ത് ഇച്ചിരി എരിവൊക്കെ കൊടുത്ത് പഠിപ്പിക്കണമല്ലോ. അങ്ങനെ ആളവിടെ അനങ്ങാണ്ടിരുന്ന് ടി വിയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഫുഡും കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ഫുഡ് കഴിച്ച് തീർന്നപ്പോഴേക്കും കറക്റ്റായിട്ട് മീൻകാരൻ്റെ വിളി കേട്ടു. അല്ലെങ്കിൽ പിന്നെ ഫുഡ് അവിടെ പകുതിക്ക് ഇട്ടിട്ട് പോകേണ്ടി വന്നെ. ഇതാകുമ്പോൾ എല്ലാം കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മീൻ എന്തൊക്കെയുണ്ടെന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞ് ഞാനും അവനും കൂടെ പുറത്തോട്ട് ഇറങ്ങി. പൂവളിഞ്ഞ മീൻ രണ്ട് വേണം എനിക്ക്. അങ്ങനെ അവൻ്റെ ഇഷ്ടപ്രകാരം ഞണ്ട് വാങ്ങിച്ച് അകത്ത് കൊണ്ടുപോയി വെച്ചു കേട്ടോ. അതിനകത്ത് കൈ ഇടുന്നതിന് മുമ്പ് അലക്കാനുള്ള തുണിയെല്ലാം കൊണ്ടുവന്നിട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. നമ്മൾ പിന്നെ കറിയുടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ കൈക്ക് ഭയങ്കര മണമായിരിക്കും, നമ്മുടെ കൈക്ക് നല്ല സ്മെല്ലും ഉണ്ടാവും. പിന്നെ അതൊക്കെ കഴുകി പിടിച്ച് വന്നിട്ട് വേണം പിന്നെ തുണി ഇടാനായിട്ട്. അതിൽ നല്ലത് ആദ്യമേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറിയുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ തുടങ്ങുകയും ചെയ്യാം. പിന്നെ ഈ സമയത്ത് ആദ്യം അവിടെ മുറ്റത്ത് നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഓരോ സമയം അവനെ വിളിക്കുക, അവനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. ഈ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കാൻ നല്ല രസമാണല്ലേ. ഈ ചെറിയ അരുവികളിലൂടെയൊക്കെ വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ പോലത്തെ ഒരു സൗണ്ടായിട്ട് എനിക്ക് തോന്നി. ഞാനാണെങ്കിൽ ഓർക്കി തുണിയാണെങ്കിൽ എടുത്തിട്ട് തീരുന്നില്ലല്ലോ, ഒരു കുന്ന് തുണിയും ഉണ്ട് അലക്കാനായിട്ട്. ഭാഗ്യത്തിന് കൊച്ചവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഇങ്ങോട്ടേക്ക് എൻ്റെ കാര്യത്തിൽ കൈ കടത്താൻ വേണ്ടി വന്നില്ല. അല്ലെങ്കിൽ അവനാണെന്നാണെങ്കിൽ ഞാൻ ആ തുണിയുടെ കാര്യത്തിൽ നിന്ന് പോയി തുടങ്ങുമ്പോൾ അവൻ തുടങ്ങും അതിൻ്റെ പുറകെ വരാനും സോപ്പിൽ കളിക്കാനും ഓരോന്നൊക്കെ എടുക്കാനും പിടിക്കാനായിട്ടൊക്കെ. ഇത് അവനുണ്ടായിരുന്നില്ല, അവനുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. അലക്കാനിട്ട് കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്ന് ഞണ്ടിൻ്റെ കാര്യം തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോഴേക്ക് സിങ്കിൽ 2-3 പാത്രം കിടത്തിച്ചു. പിന്നെ ഞണ്ടിൻ്റെ മണം പിന്നെ അതിലാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതാണ് കഴുകി വെച്ചേക്കാന്ന് വിചാരിച്ചു. അത് കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഒരാളിതേ പുറകിൽ കൂടെ എന്തൊക്കെയോ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനപ്പോൾ അത് നോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പാത്രം തേച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ കാര്യത്തിലോട്ട് ഇടപെടാമെന്ന് വിചാരിച്ചു. അപ്പത്തേനും അവൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് അറിയുകയും ചെയ്യാമല്ലോ. ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കണം, അതിൻ്റെ ഇടയിൽ ആദ്യം എന്തെടുക്കണമെന്ന് കാണണ്ടേ. കാണിച്ചേരാട്ടെ. കഞ്ഞിലുള്ള പാത്രത്തിൽ നിന്ന് വെള്ളം കോരി എന്താ ചെയ്തോണ്ടിരിക്കണത്? കോരി 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 പുറത്തു കൊണ്ട് കഴിക്കണം. എന്നെ പൊന്നമ്മേനെ ഹെൽപ്പ് ചെയ്യണേണേ. ആ വെള്ളം അമ്മ കഷ്ടപ്പെട്ട് എടുത്ത് പൊക്കിക്കൊണ്ട് കളയണ്ടല്ലോ. അതിനവനായിട്ട് എന്നെ സഹായിക്കണേണ്. കുറേശ്ശെ എടുത്ത് കോരി 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 എടുത്ത് പുറത്തോട്ട് കൊണ്ട് ഒഴിച്ചോളാം. എന്തൊരു സ്നേഹം എന്റെ മോൻ എന്നോട്. പക്ഷേ ഇത് എനിക്ക് ഇരട്ടിപ്പണിയാണെന്നുള്ളത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? അവന്റെ ഒരു സന്തോഷം ചെയ്യട്ടെ. അവൻ്റെ കുരുത്തക്കേട് പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, ആ കഞ്ഞിൻ്റെ വെള്ളം കൊണ്ട് നേരെ കൊണ്ട് കമഴ്ത്തി കളഞ്ഞു. അതിൻ്റെ പേരിൽ കുറച്ച് നേരം കടിച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പരിപാടിയിലോട്ട് കടന്നു. ഞണ്ട് വാങ്ങിച്ചു വെച്ചേക്കണ കാര്യം പിന്നെ മറക്കരുതല്ലോ. അപ്പോൾ ഞണ്ടിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്കത്ര സുഖമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ വാങ്ങിച്ചിട്ടുണ്ടായുള്ളൂ. ഞണ്ട് നല്ലതാണോ എന്നറിയില്ലല്ലോ. ഒരുപാട് വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ ചീത്തായി പോയി കഴിഞ്ഞാൽ പിന്നെ പൈസയും പോകും, തിന്നാനും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ കുറച്ച് വാങ്ങിച്ച് നോക്കി.
ക്ലീൻ ചെയ്യാനും പിടിക്കാനായിട്ടൊക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സാധനം ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുള്ള സാമഗ്രികളെല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം ഇങ്ങനെ അതാത് പാത്രങ്ങൾ അരിഞ്ഞു വെച്ചേക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഈ പാത്രങ്ങളൊക്കെ സുജി കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇതേപോലത്തെ ഒരു 6 പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് വന്നു. എല്ലാം നല്ല രസം, ഒരേ അളവ് തന്നെ. അപ്പോൾ എടുത്ത് വെക്കാനും സുഖമാണ്. ഞാനിപ്പോൾ അതുകൊണ്ട് കൂടുതലും ഈ പാത്രം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ബൗളാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, കൊച്ചിൻ്റെ കൈ കൊടുത്താലും പൊട്ടു എന്നുള്ള പേടി വേണ്ടല്ലോ. അപ്പോൾ ഒരേപോലത്തെ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എടുത്ത് വെക്കാനും കാണാനും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ സവാളയൊക്കെ വഴറ്റി തുടങ്ങി കേട്ടോ. ഞണ്ട് കറിക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ സവാളയായിരുന്നു എടുത്ത് വെച്ചതും. അപ്പോൾ അതൊക്കെ എല്ലാം വഴറ്റി ഒരുവിധം പകുതി ആയി കഴിഞ്ഞപ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞ് വെച്ച് അതുമൊക്കെ ഇട്ടു. പിന്നെ ഇതൊരു കുക്കിംഗ് വീഡിയോ ആയി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുൾ റെസിപ്പിയുടെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ കറിയുടെ ഗ്രേവി എല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പം നമുക്കിനി ഞണ്ടിട്ടാൽ മാത്രം മതിയല്ലോ. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചാൽ ഞണ്ട് എടുത്തിട്ട് അതും നമ്മുടെ കറിയുടെ ചട്ടിക്കകത്തോട്ടങ്ങാട്ട് തട്ടി, പിന്നെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് ആ കറി എല്ലാം നല്ല ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ അതുമേലെ. ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചായിരുന്നു കേട്ടോ. വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് പിന്നെ അത് വേകാൻ വേണ്ടിയിട്ട് മൂടി വെച്ചത്. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു, മസാലയുടെയും ആ ഗ്രേവിയുടെയും എല്ലാത്തിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി പാളിപ്പോയിട്ടില്ല എന്ന് തോന്നുന്നു എന്ന്. പിന്നെ എനിക്ക് കുറച്ച് മെനേക്കൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കട്ടിലെ ഷീറ്റൊക്കെ എല്ലാം മാറ്റാനുണ്ടായിരുന്നു. ഷീറ്റ് ഓൾറെഡി കുറച്ച് അഴുക്കായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം മാറ്റാനുണ്ടായിരുന്നു. അതൊക്കെ എല്ലാം മാറ്റി ആ സമയത്ത് അതിനവിടെ ഞാൻ TV വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന പരിപാടികളുടെ ഇടയിൽ ഇവനൊന്നും ചെയ്യുന്നില്ലല്ലോ, നല്ല കൊച്ചാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നു വേണ്ട. ഇതിൻ്റെ ഇടയിൽ ഇവൻ പല കുരുത്തക്കേടും കാട്ടിക്കൂട്ടി. ഞാൻ ആ കറി വെക്കുന്ന നേരത്തും കറി കരിയുന്ന നേരത്തും ഇവൻ ഓരോ കുരുത്തക്കേടുകൾ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. അതെല്ലാം ഞാൻ ഇതിൻ്റെ ഇടയിൽ പോയി ക്ലീൻ ചെയ്യും, പിന്നെ തിരിച്ചു വരും, പിന്നെ പണിയെടുക്കും, പിന്നെ പോയി ക്ലീൻ ചെയ്യും, പിന്നെ പോയി തിരിച്ചു വരും. ഇങ്ങനെയായിരുന്നു എൻ്റെ റൂട്ടീൻ പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ. അങ്ങനെ ബെഡ്ഷീറ്റെല്ലാം മാറ്റി തലോണികളെല്ലാം സെറ്റ് ചെയ്ത് അതൊക്കെ എല്ലാം അടുക്കി പെറുക്കി മാറ്റിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ബെഡിൻ്റെ ക്ലീനിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ ഇത് ആദ്യമേടെ ആനയാണ് കേട്ടോ. ഈ ആന അവന് ഭയങ്കര ഇഷ്ടമാണ്. ചില നേരം ഇതിൻ്റെ പൊക്കത്ത് കയറി നിന്നൊക്കെ കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ചില നേരം അവൻ നമ്മളെ ആനയാക്കി നിർത്തി നമ്മുടെ പൊക്കത്ത് കയറി നിന്ന് കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇവനെ കുളിപ്പിക്കാനും എണ്ണയൊക്കെ തേച്ച് ഇവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് ഈ ആമ്പിള്ളേരെ റെഡിയാക്കിപ്പിക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര പാട് പരിപാടിയാണ്. ആമ്പിള്ളേർ മാത്രമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ താങ്കൊച്ചായതുകൊണ്ട് എനിക്ക് ആമ്പിള്ളേരുടെ കാര്യം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഞണ്ട് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിട്ടോ. ഞാനപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, കാരണം അടിക്കൊന്നും പിടിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഇളക്കിയൊക്കെ പിടിച്ച്, പക്ഷേ അടിക്കൊന്നും പിടിച്ചതല്ല, ഇളക്കി ഇരുന്നേച്ചതുകൊണ്ട് ഞണ്ട് അടിക്കൊന്നും പിടിച്ചൊന്നുമില്ല. ശരിക്കും നല്ല ഗ്രേവിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നതല്ലല്ലോ, മറ്റുള്ളവർ പറയുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം കിട്ടുന്നത്. ഞാൻ എല്ലാവരോടും ചോദിച്ചു, ചേട്ടനോടാണെങ്കിലും അനിയനോടാണെങ്കിലും അപ്പനോടാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മസാലയുടെയൊക്കെ മണം വന്നപ്പോഴേ എനിക്കും തോന്നി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ചോറുണ്ടായിരുന്നു, തിളപ്പിച്ച് അതും അടച്ചിട്ടു. അപ്പോൾ എനിക്ക് ചെറിയ കലം നമ്മുടെ സാധാരണ കഞ്ഞിപ്പാത്രത്തിനകത്ത് അടച്ചിടുന്നതിനേക്കാളും ചായപ്പാത്രത്തിൽ അടച്ചിരുന്നതാണ് കുറച്ചും കൂടെ സുഖം. അപ്പോൾ അതിന് ഫുഡൊക്കെ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങനത്തെ ആൾ കിടന്നുറങ്ങി. അപ്പോഴത്തേനും എനിക്ക് കുറച്ച് സമാധാനമായി. പിന്നെ പുറകെ ചേട്ടൻ സുജിയും കൂടെ വന്നു. അവർ എന്തോ സാധനങ്ങളൊക്കെ കെട്ടിപ്പൊഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടയുടെ വണ്ടിയുടെ എന്താണ് സാധനങ്ങളാണെന്ന് തോന്നുന്നു, ഓൺലൈൻ ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം അഴിക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോഴത്തേനും 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഓൾറെഡി ഫുഡൊക്കെ എല്ലാം കഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനെ ഉറക്കി കിടത്തി. അപ്പോൾ അവൻ ഉറങ്ങുകയും കൂടി ചെയ്തതോടുകൂടി എൻ്റെ പണി ഒരുവിധമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള സമയമാണല്ലോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ എല്ലാം കഴിച്ച് കഴിഞ്ഞു. ഞണ്ട് കറിയും കൂട്ടി ചോറൊക്കെ എല്ലാം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.